ഹായ് ഫ്രണ്ട്സ്, എല്ലാ തരത്തിലുള്ള സർവീസ് സെൻ്ററുകൾക്കും വളരെ അനുയോജ്യമായൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. smartappstores.com എന്നാണ് ഇതിൻ്റെ ഡൊമൈൻ നെയിം. സ്മാർട്ട് സർവീസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അവിടെ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഫോമിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ, അതൊരു യൂസർ നെയിം, പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന ലോഗിൻ പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അടിച്ചതിന് ശേഷം വീണ്ടും ലോഗിൻ ബട്ടൺ അമർത്തുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ ലൈസൻസിൻ്റെ ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വെർഷനാണ് ഇതിൻ്റെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് മേക്ക് പേയ്മെൻ്റ് അടിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അയച്ചു തരുന്ന ആക്ടിവേഷൻ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ആസ് ഡെമോ എന്ന ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ 14 ദിവസം ട്രയൽ വേർഷനായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് കാണാം പാർട്ടി ഐറ്റംസ്, സർവീസ്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, അക്കൗണ്ട്സ്, റിപ്പോർട്ട്സ്, അതുപോലെ പലതരത്തിലുള്ള മാസ്റ്റർ മെനുകൾസ്, അതുപോലെ തന്നെ നമുക്ക് ടൂൾസ്, അതായത് യൂസർ റൈറ്റ്സ് സെറ്റ് ചെയ്യാം, ഓപ്പണിംഗ് ബാലൻസ്, പ്രിഫിക്സ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മാസ്റ്റർ മെനുവിൽ എംപ്ലോയീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂസർ ടൈപ്പ്, എംപ്ലോയി ടൈപ്പ് സെലക്ട് ചെയ്യുക. അത് ഓഫീസ് യൂസറാണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, സർവീസ് സെൻറ്റർ യൂസറാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് സർവീസ് സെൻറ്റർ യൂസർ സെലക്ട് ചെയ്തു. അതിനുശേഷം സർവീസ് സെൻറ്റർ ടെക്നീഷ്യൻ 2 എന്നടിച്ചു, പാസ്വേഡ് അടിക്കുക, അത് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്യുക, പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ, അതുപോലെ തന്നെ വർക്ക്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അതൊരു ഡെസിഗ്നേഷൻ എൻറ്റർ ചെയ്യുക. തുടർന്ന് സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് എനേബിൾ വെബ് ലോഗിൻ, അവർക്ക് ലോഗിൻ എനേബിൾ ആക്കണമെങ്കിൽ ചെയ്യാം. അതിൽ യൂസറിൻ്റെ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. 2 തരത്തിലുള്ള ഡാഷ്ബോർഡ് ഉണ്ട്. യൂസർക്ക് ഡാഷ്ബോർഡ് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തായിട്ട് ഞാനൊരു ഓഫീസ് യൂസറുടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എംപ്ലോയി ടൈപ്പ് ഞാൻ ഓഫീസ് യൂസർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓഫീസ് യൂസറിൻ്റെ പേര്, ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ അവരുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഇവരുടെ വർക്കുകളെല്ലാം ഇവരുടെ ഡാഷ്ബോർഡിൽ ഇവരുടെ വർക്കുകൾ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്യാം, അതുപോലെ നമുക്ക് ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വർക്കുകൾ മാത്രമായിരിക്കും യൂസർ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പുതിയ സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ന്യൂ സർവീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സർവീസ് നമ്പറും ഡേറ്റും ഓട്ടോമാറ്റിക് വരുന്നത് കാണാം. ഇവിടെ ന്യൂ പാർട്ടി എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ കസ്റ്റമറുടെ പേര് അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അടിക്കുക. തുടർന്ന് അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുക്കാം. ശേഷം ഓപ്പണിംഗ് ബാലൻസ് അതിന് തരാനുണ്ട് എങ്കിൽ നമുക്ക് ആ പൈസ അടിച്ചു കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. അപ്പോൾ ആ പാർട്ടിയുടെ പേരോട് ഓട്ടോമാറ്റിക് വരും. തുടർന്ന് നമുക്ക് ബാക്കി കസ്റ്റമറാണോ, വാറണ്ടി സ്റ്റാറ്റസ്, പ്രയോറിറ്റി അടിക്കാം. ഇവിടെ നമുക്ക് ഡിവൈസിൻ്റെ കംപ്ലൈൻറ്റ് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ പേരും മൊബൈൽ ആണെങ്കിൽ മൊബൈൽ എൻ്റർ ചെയ്യാം, സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാം, ഐറ്റത്തിൻ്റെ ബ്രാൻഡ് നെയിം, മോഡല്. അത് റിസ്ക് ബൈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഡേറ്റ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ബാറ്ററി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ കണ്ടീഷനും ഇതുപോലെ തന്നെ ബ്രോക്കൺ ഉണ്ടായിരുന്നു, ബെൻഡുണ്ട്, സ്ക്രാച്ച് ഉണ്ട് എന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. മൾട്ടിപ്പിളായിട്ടും നോട്ട് ചെയ്യാം. തുടർന്ന് എസ്റ്റിമേറ്റഡ് ഡേറ്റ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എത്ര വരും, അതുപോലെ തന്നെ അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാണ്, ഇത് എൻ്റർ ചെയ്തത് ആരാണ് തുടങ്ങിയുള്ള വിവരങ്ങൾ. തുടർന്ന് നമുക്ക് ആക്സസറീസ് എൻ്റർ ചെയ്യാം. ചാർജറിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ്, ലേബൽ, വാട്സപ്പ് എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രിൻറ്റും നമുക്ക് വരുന്നത് കാണാം. ഇതിപ്പോൾ ലേബൽ പ്രിൻറ്റിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ബാർകോഡ് ആയിട്ട് ലേബൽ പ്രിൻ്റ് നമുക്ക് ചെയ്ത് ഐറ്റത്തിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയുള്ളൊരു ലേബൽ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നത്. ഇതൊക്കെ വർക്ക് ഓർഡറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫോമാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് വർക്ക് ഓർഡറിൻ്റെ പ്രിൻറ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് വാട്സാപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ മൊബൈലിലേക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിന്ന്
ഇതുപോലെ തന്നെ കസ്റ്റമറുടെ വർക്ക് ഓർഡറിൻ്റെ PDF ഫയൽ ഉൾപ്പെടെ ഇതുപോലൊരു വാട്സാപ്പ് മെസ്സേജ് അവർക്ക് സെൻഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് അപ്ഡേറ്റ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്കിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് കസ്റ്റമറുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതുപോലെയാണ്, ഇതൊരു ചാറ്റ് ബോട്ട് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് ഈ നമ്പറിലേക്ക് സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സാപ്പ് നമുക്ക് റിപ്ലൈ തരും. അതായത് വർക്കിൻ്റെ ലാസ്റ്റ് സ്റ്റാറ്റസ് എന്താണോ ആ സ്റ്റാറ്റസ് നമുക്ക് റിപ്ലൈ ഇതുപോലെ തരുന്നതായിരിക്കും. അടുത്തതായിട്ട് ഡെമോൺസ്ട്രേഷന് വേണ്ടി കുറച്ച് സാമ്പിൾ ഡാറ്റ ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഡാഷ്ബോർഡിൽ പെൻഡിങ് സർവീസ്, ക്ലോസ് സർവീസ്, റിസപ്ഷൻ, സർവീസ് സെൻറ്റർ, ഓൺ സൈറ്റ്, റെഡി ടു ഡെലിവറി തുടങ്ങിയ ഓപ്ഷൻസ് കാണാൻ കഴിയുന്നതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഐറ്റത്തിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഐറ്റം ലൊക്കേഷൻ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി മാസ്റ്റർ മെനുവിലെ ഐറ്റം ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ്റെ പേര് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് സ്റ്റോറ്, ഡെസ്പാച്ച് ഏരിയ, അതുപോലെ ചില വർക്കുകൾ, CCTV വർക്ക്, ഔട്ട്സൈഡ് വർക്ക്, സ്ക്രാപ്പ് തുടങ്ങിയ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതോ എഡിറ്റ് ചെയ്യാവുന്നതോ ആണ്. ഇപ്പോൾ ഡാഷ്ബോർഡിൽ അത് ഓട്ടോമാറ്റിക് ഡൈനാമിക് ആയിട്ടോടെ കയറി വരുന്നത് കാണാം. അടുത്തതായിട്ട് വർക്കിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി മാസ്റ്റർ മെനുവിൽ തന്നെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതുപോലെ ഓരോ സ്റ്റാറ്റസിനും കളർ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ പുതിയ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റസിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം കളർ നമുക്ക് ചൂസ് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റസ് പലതരത്തിലുണ്ട്. കസ്റ്റമർ സ്റ്റാറ്റസ് ഉണ്ട്, അതുപോലെ സർവീസ് സ്റ്റാറ്റസ് ഉണ്ട്. ഇത് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് മെയിൻ ഡാഷ്ബോർഡ് പരിചയപ്പെടാം. ഇതിൽ മെയിൻ പലതരത്തിലുള്ള ഫിൽട്രേഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിൽ കസ്റ്റമറുടെ പേര് വെച്ച് ഫിൽറ്റർ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ്റെ പേര് വെച്ച് ഫിൽറ്റർ ചെയ്യാം. സർവീസിൻ്റെ സ്റ്റാറ്റസ് വെച്ച് ഫിൽറ്റർ ചെയ്യാം. ലൊക്കേഷൻ വെച്ച് ഫിൽറ്റർ ചെയ്യാം. അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഓപ്ഷൻ പല ടൈപ്പുണ്ട്. വാറണ്ടിയുടെ ഫിൽട്രേഷൻ, അങ്ങനെ പലത്. പിന്നെ സോർട്ട് ചെയ്യാം. നമുക്ക് മൊത്തത്തിൽ ഐറ്റത്തെ സോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ ഡൗൺലോഡ്, എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് ചെയ്യാം. മൊത്തത്തിലുള്ള ഐറ്റത്തിന് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ കോളംസ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല ടൈപ്പ് കോളംസിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ കംപ്ലൈൻറ്റ് എന്ന സാധനം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ അത് ഇവിടെ ഗ്രിഡിലേക്ക് ആഡായിട്ട് വരുന്നത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് വരും. അതുപോലെ തന്നെ മെയിൻ ഓപ്ഷനാണ് ട്രാൻസ്ഫർ സർവീസ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് കസ്റ്റമറെ സെർച്ച് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ട്രാൻസ്ഫർ സർവീസ് എന്നുള്ള ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ വർക്ക് നിൽക്കുന്ന ഐറ്റം ലൊക്കേഷൻ റിസപ്ഷനിലാണ് നിൽക്കുന്നത്. ഈ വർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് സർവീസ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ സർവീസ് സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ആ ടെക്നീഷ്യനെ സെലക്ട് ചെയ്യാം. ടെക്നീഷ്യൻ്റെ എല്ലാ പേരും വരും. ടെക്നീഷ്യൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, സ്റ്റാറ്റസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പല കസ്റ്റമർ അപ്രൂവ് ചെയ്തോ അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനുശേഷം സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ആ ഐറ്റത്തിൻ്റെ ലൊക്കേഷൻ ചേഞ്ചായി. അത് റിസപ്ഷനിൽ നിന്ന് മാറിയിട്ട് ഒരെണ്ണം സർവീസ് സെൻറ്ററിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്. അപ്പോൾ 2 റിസപ്ഷനിലും 1 സർവീസ് സെൻറ്ററിലും. അപ്പോൾ സർവീസ് സെൻറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സർവീസ് സെൻറ്ററിലുള്ള വർക്കുകൾ മൊത്തം നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. റിസപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ റിസപ്ഷൻ്റെ വർക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ്. പെൻഡിങ് സർവീസ് അല്ലെങ്കിൽ ഓൾ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സർവീസുകളും കാണാൻ പറ്റുന്നതാണ്. അടുത്ത ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. അതായത് ടെക്നീഷ്യൻ്റെ പേരിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്നീഷ്യൻ്റെ പേരിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ടെക്നീഷ്യൻ 2 എന്ന ആൾ അയാളുടെ വർക്കുകൾ മാത്രമായിരിക്കും അയാൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അയാളുടെ എത്ര സർവീസ് പെൻഡിങ് ഉണ്ട് ആ വർക്കുകൾ മാത്രമായിരിക്കും അവർക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ അയാൾക്കൂടെ ട്രാൻസ്ഫർ സർവീസ് ക്ലിക്ക് ചെയ്യാം. അയാളുടെ വർക്ക് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ സർവീസ് ക്ലിക്ക് ചെയ്ത ശേഷം ആ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ പാർട്സ് എന്നാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം
നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ കസ്റ്റമർ സ്റ്റാറ്റസ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം കസ്റ്റമർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമർ സ്റ്റാറ്റസ് നമ്മൾ സർവീസ് ഇൻ പ്രോഗ്രസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത ശേഷം ഇവിടെ വാട്സാപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ കസ്റ്റമറുടെ വാട്സാപ്പിലേക്ക് ആ സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സാപ്പ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. സർവീസ് ഇതുപോലെ നമുക്ക് സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കസ്റ്റമറുടെ മൊബൈലിലേക്ക് വാട്സാപ്പ് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക് നടക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഈ ക്ലയൻറ്റ് ഇൻറ്ററാക്ഷൻ, അല്ലെങ്കിൽ കസ്റ്റമറെ കോൾ ചെയ്തിട്ട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് അറിയാം. ഇതുണ്ട് കസ്റ്റമർ ഇൻറ്ററാക്ഷൻ. നമുക്ക് ഇത്ര പ്രൈസ് ഇത്ര നമ്മളിത്ര പറഞ്ഞു, അതുപോലെ തന്നെ കസ്റ്റമർ റിപ്ലൈ തന്നു, അതായത് ഡിസ്കൗണ്ട് വേണം, അപ്പോൾ 7500 ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ചാറ്റ് പോലെ കാണിച്ചു തരുന്നു. കസ്റ്റമറുടെ ഫുൾ ഇൻറ്ററാക്ഷൻ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഞാനിപ്പോൾ ടെക്നീഷ്യൻ്റെ പേരിൽ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടെക്നീഷ്യൻ്റെ പേരിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ പെൻഡിങ് ലിസ്റ്റുകൾ മാത്രമായിരിക്കും അവൻ്റെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പെൻഡിങ് സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കീഴിലുള്ള എല്ലാ പെൻഡിങ് സർവീസുകളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് 2 ഓപ്ഷൻ കാണാം, ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഐറ്റം ലൊക്കേഷൻ, അസൈൻ ടു, അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്ന് തുടങ്ങിയ ഓപ്ഷൻ കാണാം. അത് സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഈ സർവീസ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് റെഡി എന്ന് കൊടുത്തതിന് ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐറ്റത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്സസറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ സ്കാൻ ചെയ്യാം. നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് ബാർകോഡ് ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എന്തെങ്കിലും ഐറ്റത്തിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാനും നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുത്തതിന് ശേഷം സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഐറ്റത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി ഓരോ സ്റ്റാറ്റസിനും ഓരോ കളറായിട്ട് ഇവിടെ വരുന്നത് കാണാം. തുടർന്ന് നമുക്ക് സർവീസിൻ്റെ നമുക്ക് സ്പെയർ പാർട്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനായി ആദ്യം നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഐറ്റംസ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐറ്റത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. ശേഷം ഐറ്റത്തിൻ്റെ കാറ്റഗറി, ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറി ഡിസ്പ്ലേ കൊടുക്കുന്നു. അതിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ബാർകോഡ്, HSM കോഡ്, അതിൻ്റെ റാക്ക്, ലൊക്കേഷൻ, റീഓർഡർ ലെവല്, GST ടൈപ്പ് എന്നിവ സെലക്ട് ചെയ്യാം. അതൊരു യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പല മൾട്ടിപ്പിൾ യൂണിറ്റ് കൺവേർഷൻ പോസിബിളാണ്. തുടർന്ന് പർച്ചേസിംഗ് റേറ്റ്, സെയിൽസ് റേറ്റ്, അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് എത്ര കൊടുക്കാം, MRP, അതുപോലെ തന്നെ സർവീസ് പ്രൈസ്, സർവീസിൻ്റെ ചാർജ് എത്രയാണ്. അതുപോലെ തന്നെ ഐറ്റത്തിനൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെബ് ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ബാച്ച് വൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ സീരിയൽ വൈസ് ആയിട്ട് നമുക്ക് ഈ ഐറ്റത്തെ വേണ്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്കിവിടെ സേവ് ബട്ടൺ അമർത്തുക. നമുക്ക് ഐറ്റംസ് ഇവിടെ ആഡായി വന്നിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ ഒരു ഐറ്റം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി വീണ്ടും ന്യൂ ഐറ്റം ഐറ്റം എടുത്തതിന് ശേഷം പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒരു മികച്ചൊരു ഇൻവെൻട്രി ആൻഡ് അക്കൗണ്ടിങ് പാക്കേജ് കൂടിയാണ്. ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, സെയിൽസ് ചെയ്യാം, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അക്കൗണ്ട്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും ലഭ്യമാണ്. അക്കൗണ്ട്സ്, സെയിൽസ്, സ്റ്റോക്ക് റിപ്പോർട്ടുകളെല്ലാം ഇതിൽ നിന്ന് ലഭ്യമാണ്. അടുത്തതായിട്ട് പർച്ചേസ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് സപ്ലയറുടെ പേര് സെലക്ട് ചെയ്യാം. പുതിയ സപ്ലയർ ആണെങ്കിൽ പുതിയ ന്യൂ സപ്ലയർ ക്ലിക്ക് ചെയ്ത ശേഷം സപ്ലയറുടെ പേര് ഇവിടെ നിന്ന് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. തുടർന്ന് ഐറ്റം നെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ തന്നെ ഐറ്റംസിൻ്റെ പേരെല്ലാം ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഐറ്റം ഏതെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. തുടർന്ന് ക്വാണ്ടിറ്റി അടിക്കാം, റേറ്റ് അടിക്കാം, മേടിക്കുന്ന വില, അതുപോലെ തന്നെ സെയിൽ റേറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും എൻ്റർ കീ അടിച്ച് നമുക്ക് അടുത്ത ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. കീബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്ന് കാണാം. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. പല പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. അതുപോലെ പെയ്ഡ് ആണെങ്കിൽ എത്ര 500 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 500 അടിക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് അടിച്ച ബില്ലുകൾ കാണാൻ വേണ്ടി സെർച്ച് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഓർ എഡിറ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ഐറ്റം ആ പർച്ചേസിൻ്റെ ഫുൾ എൻട്രി കാണാൻ പറ്റുന്നതാണ്. വീണ്ടും ഞാൻ ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. ഡാഷ്ബോർഡിൽ ഈ ഐറ്റത്തിന് നമുക്ക് സ്പെയർ പാർട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഐറ്റത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു.
അതിൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അതിലുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ 15 സ്റ്റോക്ക് ഉണ്ട്. അതിൽ 10 ഓപ്പണിംഗ് ആയിരുന്നു, 5 പർച്ചേസാണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ റേറ്റ് കൊടുക്കാം. അതിൽ ശേഷം ഇൻവോയ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സർവീസ് ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 1000 സർവീസ് ചാർജ് പ്ലസ് 150 രൂപ സ്പെയർ പാർട്സിന് ടോട്ടൽ എമൗണ്ട് വരുന്നത് 1150. അതിൽ അഡ്വാൻസ് 500 തന്നു. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് അഡ്വാൻസ് തന്ന ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതിന് ശേഷം പെയ്ഡ് എമൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ 500 രൂപ പെയ്ഡ് കൊടുത്തു. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ക്യാഷായിട്ട് 300 രൂപ തന്നു, അതുപോലെ തന്നെ ഗൂഗിൾ പേ ആയിട്ട് 200 രൂപ തന്നു. അപ്പോൾ ടോട്ടൽ 500 രൂപ. അപ്പോൾ അതിൽ അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ സർവീസ് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പയർ ആൻഡ് ഡെലിവറി ചെയ്ത ഡേറ്റ് അതിൻ്റെ സർവീസിൻ്റെ റിപ്പോർട്ട്, നമ്മുടെ ഇൻറ്റേർണൽ പർപ്പസിനുള്ള സർവീസ് റിപ്പോർട്ട് എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് കൊണ്ട് വാട്സപ്പ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ സർവീസിൻ്റെ ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. വാട്സാപ്പിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കസ്റ്റമറുടെ മൊബൈലിലേക്ക് വാട്സാപ്പ് സെൻഡ് ചെയ്യുന്നതാണ്. തുടർന്ന് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നതാണ് ഓൾ സർവീസ് ഇപ്പോൾ 2 ആയി. അതിൽ ഡെലിവേർഡ് ആയിട്ടുള്ളത് ഒരെണ്ണത്തിലേക്ക് മാറി, ഓട്ടോമാറ്റിക് അത് കൺവേർട്ട് ചെയ്ത് മാറിയിരിക്കുന്നത് കാണാം. അടുത്തതായി ഡാഷ്ബോർഡിന് മുകളിൽ തന്നെ നമുക്ക് ഇൻവോയ്സ് എന്ന ടാബ് കാണാം. ഇവിടെ നമ്മൾ അടിച്ച എല്ലാ ഇൻവോയ്സുകളുടെയും ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ടോട്ടൽ ഇൻവോയ്സിൻ്റെ ടോട്ടൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് എക്സലും പ്രിൻറ്റും ഇവിടെ കാണാം. അതുപോലെ അടുത്ത ടാബ് യൂസ്ഡ് സ്പെയർസ്. ഇതിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്പെയറുകളുടെയും ടോട്ടൽ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ സർവീസ് ചാർജ് എന്ന ടാബിൽ നമുക്ക് സർവീസ് ചാർജായിട്ട് എത്ര കിട്ടി എന്ന് മൊത്തമായിട്ട് കാണാം. അത് മന്ത് വൈസും ഇയർ വൈസും തിരിച്ചെടുക്കാനുള്ള പ്രശ്നമുണ്ട്. അടുത്ത സ്പെയറിൻ്റെ പ്രോഫിറ്റ് ലിസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജും അതിൻ്റെ ടോട്ടൽ എമൗണ്ടും നമുക്ക് കാണാൻ പറ്റും. അത് അനലിറ്റിക്സ് എന്ന ടാബിൽ നമുക്കൊരു ചാർട്ട് വ്യൂ ആണ് വരുന്നത്. അതായത് സ്പെയർ പാർട്സിൻ്റെ സർവീസിൻ്റെ മൊത്തം ചാർട്ട് എത്ര കിട്ടി, അതുപോലെ ടെക്നീഷ്യൻ വൈസുള്ള അനാലിറ്റിക്സ് വ്യൂ ആണ് ഈ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിൽസ് പരിചയപ്പെടാം. അതിനായി നമുക്ക് മെയിൻ മെനു തന്നെ സെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെയിൽ മോഡ് എന്ന് പറഞ്ഞാൽ B2C, B2B, അത് ഇൻട്രസ്റ്റ് ഇൻവോയ്സ് എന്നിവ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വിക്ക് സെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമറുടെ പേര് ഓപ്ഷനിലാക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളോട് കസ്റ്റമറുടെ പേര് ഇപ്പോൾ ആരൊന്നും സെലക്ട് ചെയ്യുന്നു. പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ കസ്റ്റമർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ ഐറ്റം നെയിം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഐറ്റം നെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് കാണിച്ചു തരും. സ്റ്റോക്ക് എത്രയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് എത്ര വന്നു, അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ചാൽ പല പാർട്ടിയുടെ നിന്ന് പല റേറ്റിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ പർച്ചേസിന് ഏകദേശം നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പല വിലയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വിലയുടെ എല്ലാം അവിടെ കാണിച്ചു തരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഏത് പർച്ചേസിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസിനായിരിക്കും സാധനം ഡിഡക്റ്റ് ആകുന്നത്. സ്റ്റോക്ക് കുറയുന്നത് ആ പർച്ചേസിനായിരിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ കീ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതുപോലെ എൻ്റർ കീ അടിച്ച് അടുത്ത റോയിലേക്ക് വരും. തുടർന്ന് നമുക്കിവിടെ കസ്റ്റമർ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം. ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാം. അതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ മറ്റുള്ള പേയ്മെൻറ്റ് മോഡുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അഡ്വാൻസ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. അതുപോലെ തന്നെ പ്രിൻറ്റ്, പല ടൈപ്പ് പ്രിൻറ്റിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനുശേഷം ഞാനവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുന്നു. വാട്സാപ്പിൻ്റെ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രിൻറ്റിൻ്റെ ഇൻവോയ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നമുക്ക് സീരിയൽ നമ്പർ വെച്ചിട്ട് ഉണ്ടെങ്കിൽ സീരിയൽ നമ്പറും ഈ ഇതിൻ്റെ കൂടെ തന്നെ ഐറ്റത്തിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് പാർട്ടി എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. ഇതിൽ നമുക്ക് മെയിൻ മെനു തന്നെ പാർട്ടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് മെയിൻ 2 ഓപ്ഷൻ കാണാം. കസ്റ്റമർ, സപ്ലയർ എന്ന ഓപ്ഷൻ കാണാം. ഈ പാർട്ടിയിൽ തന്നെയാണ് നമ്മൾ കസ്റ്റമറേയും സപ്ലയറേയും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്ലയറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയറുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൊത്തം ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇവിടെ ഞാൻ അരുൺ തന്നെ കസ്റ്റമറെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, പുള്ളി തരാനുള്ള പൈസ അത്രയും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെയിൽസ് നടന്നു. എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ വരും. ഇതിൽ നമുക്ക് സെയിൽസ്, സർവീസ്, ഒരു ഓപ്പണിംഗ് ബാലൻസ് ഇത്ര ഉണ്ടായിരുന്നു. സെയിൽസിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസാണ് കൊടുത്തത്. അതുകൊണ്ട് ആ പൈസയുടെ ക്രെഡിറ്റ് കാണാം. പൈസ പെയ്ഡ് 0ആണ്. അതിലാണ് റിസീവ്ഡാണ് പൈസ. അപ്പോൾ ഞാനിപ്പോൾ ആ വ്യക്തി നമുക്ക് പൈസ തരികയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 1500 രൂപ പുള്ളി നമുക്ക് തരികയാണെങ്കിൽ നമ്മളിവിടെ റെസിപ്റ്റ് വൗച്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മോഡ് കാണാം. അതുപോലെ തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. അത് പല പേയ്മെൻറ്റ് മോഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാൻ പറ്റുന്നതാണ്.
അതുപോലെ ഞാൻ ഈ പുള്ളി വ്യക്തി നമുക്കൊരു 1500 തരികയാണ്. ഇപ്പോൾ ഞാനിവിടെ 1500 ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് പറഞ്ഞാൽ ടാഗ് അൺപെയ്ഡ് ബില്ലെന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് കാണിച്ചു തരും 325 രൂപ സെയിൽസും 1175 രൂപ ഓപ്പണിങ്ങിലേക്ക് ഓട്ടോമാറ്റിക് എടുത്തു പോയിരിക്കുകയാണ്. അങ്ങനെ വേണ്ട, എനിക്കിപ്പോൾ അല്ലാതെ നമുക്ക് മാനുവലായി ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ മാനുവലായി ടൈപ്പ് ചെയ്തു 1025 രൂപ ഓപ്പണിങ്ങും 150 രൂപ സർവീസിലേക്കും കൊടുത്തു. അപ്പോൾ ടോട്ടൽ 1500 രൂപ ഞാൻ വീണ്ടും സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ബില്ലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും ആ പൈസ എടുത്തു പോയിരിക്കുന്നത്. ഓക്കെ, ആ വ്യക്തിയിലേക്ക് ഉണ്ടാവും. അതെല്ലാം 0 ആയി. റിസീവ്ഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു. ഇവിടെ 1475 രൂപ ഇനിയും പുള്ളിക്ക് തരാനുണ്ട്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ലെഡ്ജറിലെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന പൈസകളും എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. അതിൽ ടോട്ടൽ 1075 രൂപ ഡെബിറ്റാണ്. ഓക്കെ, ഇനി വീണ്ടും അൺപെയ്ഡ് ബിൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്ന മാത്രം ബില്ലുകൾ നമുക്കിവിടെ കാണിച്ചു തരും. ഏതെല്ലാം ബില്ലുകൾക്ക് എഗെയിൻസ്റ്റാണ് പൈസ തരാനുള്ളത് എന്നാൽ ആ ബില്ലുകൾ മാത്രം ആയിട്ട് കാണിച്ചു തരും. ഇവിടെ ഞാൻ ഇതുപോലെ റെസിപ്റ്റ് അടിക്കാം. റെസിപ്റ്റ് ഞാനിപ്പോൾ 1000 രൂപ അടിച്ചു. അതിനുശേഷം ഞാനിവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ അവിടെ നിന്ന് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അക്കൗണ്ട്സ് പരിചയപ്പെടാം. അതിനുവേണ്ടി മെയിൻ മെനുവിലുള്ള അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് കൊടുത്ത ശേഷം ഇവിടെ MOP മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് കാണിച്ചു തരും. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ ഓപ്പണിംഗ് ബാലൻസ് 1500 രൂപ. അതിനുശേഷം നടന്നിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതായത് കളർ വ്യത്യാസത്തിൽ വരുന്നത് അത് ഇൻഡയറക്റ്റ് വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിപ്റ്റ് പേയ്മെൻറ്റും ക്ലോസിംഗ് ബാലൻസും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന പേയ്മെൻറ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അതിൽ റൂം റെൻറ്റ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് റൂം റെൻറ്റ് അടിക്കുന്നു. ഇപ്പോൾ 1000 രൂപ റൂം റെൻറ്റായിട്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി അവിടെ 1000 രൂപ പേയ്മെൻറ്റ് എമൗണ്ട് അടിക്കുന്നു, സേവ് അടിക്കുന്നു. അവിടെ എസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ വൗച്ചർ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതുപോലത്തെ വൗച്ചർ നമുക്ക് പ്രിൻ്റെടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് റെസിപ്റ്റ് എന്ന ഓപ്ഷൻ. റെസിപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ അക്കൗണ്ട് നെയിം അടിച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര് ഞാൻ അരുൺ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അൺപെയ്ഡ് ബില്ല് കാണിച്ച് 475 പുള്ളി തരാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 150 രൂപ പുള്ളി തരികയാണ്. അപ്പോൾ റെസിപ്റ്റ് അടിച്ചു, സേവ് അടിച്ചു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ. അതായത് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ അരുൺ എന്നുള്ള കസ്റ്റമർ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ മേടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനിലാണെങ്കിൽ നമുക്കിവിടെ റിസീവറും പേയറും സെലക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ഇങ്ങനൊരു എൻട്രി കൊടുക്കാം. ഇതൊരു ശരിക്കും അക്കൗണ്ട്സ് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. അത് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിൾ പേ എന്ന അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയുടെ അക്കൗണ്ട് ലെഡ്ജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ ബാങ്കിൽ ലെഡ്ജർ ആയിരിക്കും കാണുന്നത്. ബാങ്കിൽ ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ബാങ്കിലേക്കാണോ ആ ബാങ്കിൽ ലെഡ്ജർ ആയിരിക്കും ലെഡ്ജർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് കാണിച്ചിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് പരിചയപ്പെടാം. അതിനുവേണ്ടി മെയിൻ മെനുവിലുള്ള റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പല ടൈപ്പ് റിപ്പോർട്ട്സ് കാണാം. ഫേവറേറ്റ് റിപ്പോർട്ട്സ്, പാർട്ടി റിപ്പോർട്ട്സ്, സെയിൽസ്, സ്റ്റോക്ക് റിപ്പോർട്ട്സ്, അങ്ങനെ പലതും. അതിൽ നമുക്ക് ഫേവറേറ്റ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് റിപ്പോർട്ട്സും സെക്ഷനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള റിപ്പോർട്ടുകൾ മാറ്റിയിടാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ മാറ്റാനും സാധിക്കുന്നതാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് പാർട്ടി ലെഡ്ജർ എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ പാർട്ടിയുടെ ലെഡ്ജറായിട്ട് കാണാൻ പറ്റും. നമുക്ക് പാർട്ടീനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഫുൾ ലെഡ്ജറിൻ്റെ റിപ്പോർട്ടായിട്ട് കിട്ടും. അതിൽ പ്രിൻറ്റ് ചെയ്യാൻ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനെല്ലാം ഇന്നും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സോട് റിലേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ, സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടുകൾ, സെയിൽസിൻ്റെ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാട് റിപ്പോർട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. അതിൽ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയ അപ്ഡേഷൻസ് എല്ലാം. അടുത്തായിട്ട് ഓപ്പണിംഗ് ബാലൻസ് പരിചയപ്പെടാം. അതിന് ടൂൾസ് മെനുവിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ലെഡ്ജറിൻ്റെ എല്ലാ ഓപ്പണിംഗ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് നമ്മൾ ആഡ് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 5000 രൂപ ക്യാഷ് അക്കൗണ്ടായിട്ട് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. ക്യാഷിൽ ഓപ്പണിംഗ് ആയിട്ട് 5000 രൂപ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഓപ്പണിംഗ് അതിലേക്ക് നമുക്ക് ആഡായിട്ട് വന്നിരിക്കുന്നത് കാണാം. അത് ഞാനിപ്പോൾ ഡേറ്റ് മാറ്റിയിട്ട് ഞാൻ 1-ാം തീയതി തൊട്ട് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1-ാം തീയതിത്തെ ഓപ്പണിംഗ് അല്ലെങ്കിൽ തുടങ്ങിയപ്പോഴുള്ള ഓപ്പണിംഗ് 5000 രൂപ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് കയറി വരുന്നതാണ്. അതായത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൽ നിന്നാണ് ആ പൈസ എടുത്ത് കയറി വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള അക്കൗണ്ടുകളിലെയും ബാലൻസുകൾ നമുക്കിതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിലെ
ബാലൻസ്, ബാങ്കിലെ എമൗണ്ട് എത്രയാണ്, ഓപ്പണിംഗ് എത്രയായിരുന്നു, ആ എമൗണ്ട് ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാങ്കിൻ്റെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാസ്റ്റർ മെനുവിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ ലെഡ്ജറുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമുക്കിപ്പോൾ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കറണ്ട് അസറ്റിനകത്ത് ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ പ്ലസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്കിൻ്റെ പേര് ചൂസ് ചെയ്യാം, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറെല്ലാം ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ എക്സ്പെൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഇതിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പ്ലസ് ക്ലിക്ക് ചെയ്ത് പേരടിച്ച് സേവ് ചെയ്യുക. അങ്ങനെയാണ് ഓരോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ്റെ മെയിൻ സെറ്റിങ്സ് പരിചയപ്പെടണം. അതിനുവേണ്ടി ടോപ്പ് റൈറ്റ് കോർണറിലുള്ള സെറ്റിങ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പലതരത്തിലുള്ള സെറ്റിങ്സുകൾ നിങ്ങളുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് കാണുന്നത്. അതായത് ഇൻവോയ്സ്, സർവീസ്, ഇൻവെൻട്രി, സെയിൽസ്, പർച്ചേസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗൂഗിൾ പേ ഏത് ബാങ്കിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്കിവിടെ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ട് ഇവിടെ ബാങ്കിൻ്റെ പേരടിച്ചു കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാങ്കിൻ്റെ പേരടിച്ചതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് മോഡ് എന്നുള്ളത് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ എന്നിട്ട് അടിച്ചിട്ട് സേവ് ചെയ്യുക. അങ്ങനെ ഇത് ബാങ്കുമായിട്ട് ആ മോഡ് ഓഫ് പേയ്മെൻറ്റ് ലിങ്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത് ഞാൻ വീണ്ടും ഓപ്പണിംഗ് ബാലൻസിലേക്ക് വരുന്നു. ഇതിൽ ഞാൻ ബാങ്കിൻ്റെ പേര് HDFC ബാങ്ക് കൊടുത്തു. ഇവിടെ ഞാൻ ഓപ്പണിംഗ് ആയിട്ടൊരു 10,000 രൂപ ഉണ്ടായിരുന്നു, സേവ് അടിച്ചു. ഇനി ഞാൻ വീണ്ടും അക്കൗണ്ട്സിലേക്ക് വരുന്നു. അക്കൗണ്ട്സിൽ ഞാനിവിടെ അവിടെ ഗൂഗിൾ പേ എന്ന് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് ഞാൻ ലെഡ്ജർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാങ്കിൻ്റെ ലെഡ്ജർ ആയിരിക്കും കാണിച്ചിരുന്നത്. ലെഡ്ജർ ക്ലിക്ക് ചെയ്തില്ല എങ്കിൽ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. അടുത്തതായിട്ട് ടൂൾസ് മെനുവിൽ അഡ്മിനിസ്ട്രേഷനകത്ത് പ്രിഫിക്സ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ സർവീസിൻ്റെ ഒക്കെ നമ്പറുകൾ, സ്റ്റാർട്ടിങ് നമ്പർ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോ നമ്പർ എന്ന കോളത്തിൽ നമുക്ക് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ആ നമ്പർ തൊട്ടായിരിക്കും അടുത്ത നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിഫിക്സ് 1, പ്രിഫിക്സ് 2 എന്നെല്ലാം കാണാം. ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ നമ്പറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രിഫിക്സ് ഓർഡർ അനുസരിച്ച് നമുക്ക് ആ നമ്പറ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അടുത്തായിട്ട് കമ്പനി പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം ലോഗോ, അതുപോലെ തന്നെ കമ്പനിയുടെ സീല്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സേവ് അടിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ടൂൾസ് മെനുവിൽ തന്നെയുള്ള യൂസർ റൈറ്റ്സ് എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. ഇതിൽ നമുക്ക് ആദ്യം യൂസറെ സെലക്ട് ചെയ്യുക. ആ യൂസർക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ്സുകൾ നമുക്ക് ഏതെല്ലാം മോഡ്യൂളുകൾക്ക് അവർക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ സെയിൽസ്, പർച്ചേസ്, അങ്ങനെ ഏതെല്ലാം മോഡ്യൂളുകൾ ആവശ്യമുണ്ട്, അതിൽ അവന് ഏതെല്ലാം റൈറ്റ്സുകൾ ആവശ്യമുണ്ട്, അതായത് റീഡ് റൈറ്റ്, ക്രിയേറ്റ് റൈറ്റ്, എഡിറ്റ് റൈറ്റ്, ഡിലീറ്റ് റൈറ്റ്, അങ്ങനെ ഏതെല്ലാം റൈറ്റുകളാണ് ഈ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ റൈറ്റുകൾ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഉദാഹരണത്തിന് ക്രിയേറ്റ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ പെർമിഷനൊന്നും ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയാണ് യൂസർ റൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ട് റൈറ്റുകളുണ്ട്. റിപ്പോർട്ട് റൈറ്റുകളിൽ നമുക്ക് ആ യൂസർക്ക് ആക്സസ് കൊടുക്കാം. ഏതെല്ലാം റിപ്പോർട്ടുകൾക്ക് ആക്സസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടുകൾ മാത്രമായിരിക്കും ആ യൂസറിന് ആക്സസ് ഉണ്ടാവുക, ബാക്കി റിപ്പോർട്ടുകളൊന്നും ആക്സസ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏകദേശം എനിക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുകൂടെ പറയാനുള്ളത്. ഇതൊരു പുതിയ ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് ഒരുപാട് പുതിയ മോഡ്യൂളുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിലും അങ്ങനെ പല പല മോഡ്യൂളുകൾ നമ്മൾ പുതിയതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. പുതിയ അപ്ഡേഷൻസ് എല്ലാം ഇതിലൊരു വെബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസ് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ 100% സെക്യൂർ ആയിരിക്കും. നിരവധി കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയ പുതിയ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.